തലമുറയിൽ നിന്ന് നമ്മൾ ധാരാളം അപേക്ഷിക്കുന്നുവെന്ന് തിരിച്ചറിയുമ്പോൾ ദൈവത്തിലേക്ക് കൃതജ്ഞതയുടെ സന്തോഷത്തിന് ഒരു പുതിയ ജീവിതത്തിലേക്ക് ആവശ്യമായ ഊർജ്ജത്തെക്കൊണ്ട് സാഘോഷമായ സമാധാനം ഡൽഹിയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ ദിവ്യഭവനം സുഖങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. ജൂബിലി നമുക്ക് സമ്മാനിക്കുന്ന സുഹൃത്തുക്കളും ഇനിമനാണെന്ന് ഞാൻ കരുതിപ്പോകുന്നു. എല്ലാം ഉടമ്പടിയെടുത്തതാണ് ആരംഭിക്കുന്നത്. ദൈവജനത്തിന് നമ്മുടെ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ ശാസ്താംപുരം നമ്മുടെ ജൂബിലി ഘടകർ എന്നതാണ് ജൂബിലി 2025 വിഷയമായിരുന്നത്. 2024 ഡിസംബർ 24 റോമിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ വിശുദ്ധ കവാടം തുറന്നുകൊണ്ടാണ് ജൂബിലി 2025 ആഘോഷങ്ങൾ സമാരംഭിച്ചത്. ഒരു വർഷക്കാലം നീണ്ടുനിന്ന ജൂബിലി ആഘോഷം 2026 ജനുവരി 6 പ്രത്യക്ഷീകരണ തിരുനാളിൽ വിശുദ്ധ കവാടം അടയ്ക്കുന്നതോടെയാണ് സമാപിക്കുന്നത്. രൂപതകളിൽ ഇന്ന് 2025 ഡിസംബർ 28 ഇത് സമാപിക്കുന്നു. 2024 മെയ് 9 പുണ്യസ്മരണാർഹനായ ഫ്രാൻസിസ് പാപ്പ പുറപ്പെടുവിച്ച പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന പേപ്പൽ ബൂള പ്രകാരം ആഗോള സഭയോട് ചേർന്ന് ആലപ്പുഴ രൂപതയിലും 2024 ഡിസംബർ 29 തിരുക്കുടുംബ തിരുനാൾ ദിനത്തിൽ ഈശോയുടെ മനുഷ്യാവതാര ജൂബിലിയുടെ ഉദ്ഘാടനം നടത്തപ്പെട്ടു. അന്നേ ദിനം ഉച്ചകഴിഞ്ഞ് 3:30 മണിക്ക് വെള്ളാപ്പള്ളി സെയിന്റ് ഫ്രാൻസിസ് അസീസി ദേവാലയത്തിൽ വെച്ച് നടന്ന പ്രാഥമിക ആരാധന ക്രമത്തിന് ശേഷം ജൂബിലി പ്രദക്ഷിണം ആരംഭിച്ചു. അലങ്കരിച്ച ജൂബിലി കുരിശിന്റെ പിന്നാലെയായി അണിനിരന്ന് വിശ്വാസികൾ കത്തീഡ്രൽ ദേവാലയത്തിൽ എത്തിച്ചേരുകയും തുടർന്ന് ജ്ഞാനസ്നാന അനുസ്മരണ കർമ്മങ്ങൾ നടത്തി അഭിവന്യ ജെയിംസ് ആനാപറമ്പിൽ പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലി അർപ്പിക്കുകയും ചെയ്തു. ദിവ്യബലി മധ്യ രൂപതയിൽ 6 ഫൊറോനകളിലേക്കുമുള്ള ജൂബിലി കുരിശ് ഫൊറോന വികാരിമാർ അഭിവന്യ പിതാവിൽ നിന്ന് ഏറ്റുവാങ്ങി.
ജൂബിലി കുരിശ് ഭദ്രാസന ദൈവാലയത്തിൽ അഭിവന്യ പിതാവ് സമുചിതമായി പ്രതിഷ്ഠിച്ചു. രൂപതയിലെ എല്ലാ ദേവാലയങ്ങളിൽ നിന്നും പ്രാതിനിധ്യ സ്വഭാവത്തോടെ വിശ്വാസികളും വൈദികരും ജൂബിലിയുടെ ഉദ്ഘാടന തിരുക്കർമ്മങ്ങളിൽ പങ്കുചേർന്നു. അതോടൊപ്പം ജൂബിലി കർമ്മ പദ്ധതിയുടെ കേന്ദ്രങ്ങളിൽ നിന്നുമായി സെയിന്റ് ജോൺ പാട്ടം, മനക്കോടം, അർത്തുങ്കൽ, കാട്ടൂർ, തുമ്പോളി, വിയാനി, കത്തീഡ്രൽ, കൃപാസനം, IMS എന്നീ ദേവാലയങ്ങളെ അഭിവന്യ പിതാവ് തീർത്ഥാടന കേന്ദ്രങ്ങളായി പ്രഖ്യാപിച്ചു. രൂപതയുടെ ജോലി എന്ന് പറയുന്ന പോലെ തന്നെ സാർവത്രിക സഭയ്ക്കുള്ള വലിയ സമ്മാനമാണ് പരിശുദ്ധ ആഗോള മിഷൻ്റെ സവിശേഷമായിട്ട് പങ്കുചേരുന്ന ദൗത്യമാണ് എല്ലാ രാജ്യത്തെ എംബസികൾക്കുമുള്ള ഒരു രാജ്യത്തിനുള്ള അംബാസഡേഴ്സിനുള്ളത്. ആ ഒരു ഓഫീസിലേക്ക് ഒരു ശുശ്രൂഷ ആരംഭിച്ചിട്ട് 4 വർഷം പൂർത്തിയായ നാളെ തന്നെ എനിക്ക് ഒരു സമയം ചെയ്തു. എന്നാൽ പോലും വളരെ വേഗത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് ലഭിച്ച അംഗീകാരമാണ് അദ്ദേഹത്തെ ആദ്യത്തെ ശുശ്രൂഷ പദവിയിൽ നിന്ന് അദ്ദേഹത്തിന് ഈ മോൺസിനർ സ്ഥാനം നൽകി. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് അംഗീകാരവും അതുപോലെ തന്നെ ഭാവി ഒരു മുൻഷിയായിട്ടുള്ള യാത്രയിലേക്കുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോഗ്രസിൻ്റെ ഈ ഭാഗമാണ്. ഇനിയും ധാരാളം കാര്യങ്ങൾ അതിൻ്റെ വഴിയിലുണ്ട്. നമുക്കറിയാം ഒരു രാജ്യത്തിൻ്റെ പ്രതിനിധികളാകുക, അതിൻ്റെ ഫോറിൻ സർവീസുകൾ ജോലിയാക്കുക എന്ന് പറയുന്നത് വളരെ കഠിനമായ പരിശീലനത്തിൻ്റെയും അതുപോലെ തന്നെ എൻഗേജ്മെൻ്റെയും സൂക്ഷ്മമായ കൃത്യതയുള്ള ജീവിത ശൈലികൾ നമ്മുടെ രാജ്യവാക്കുകളെക്കാൾ വളരെ ഗൗരവത്തോടുകൂടി എണ്ണപ്പെടുന്നതാണ്. മാപ്പാപ്പയുടെ പ്രതിനിധി പറയുന്ന വാക്കുകൾ നമുക്ക് അതിലേക്കുള്ള പരിശീലനമാണ് മനസ്സിലാക്കി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 2025 മാർച്ച് മാസം 31-ാം തീയതിയാണ് ഔദ്യോഗികമായിട്ട് ഈ സ്ഥാനം അത് നൽകിക്കൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ ലഭിച്ചത്. അതിനുശേഷം ആദ്യമായിട്ടാണ് മനസ്സിനോട് അധികാരം നമ്മുടെ ഇതിലുള്ളത്. വളരെ അതീവ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. സമർപ്പണത്തിൻ്റെയും അതുപോലെ തന്നെ സ്ഥിരതയുടെയും ഒക്കെയുള്ളൊരു ശുശ്രൂഷയിൽ അദ്ദേഹം നിലനിൽക്കൊള്ളുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ. പാപ്പായുടെ സന്ദേശം അത് വാക്കുകളോട് പറയുക മാത്രമല്ല, അതിൻ്റെ സംവിധാനങ്ങളിലൂടെ ഓരോ രാജ്യത്തിൻ്റെയും പ്രധാനപ്പെട്ട വ്യക്തികളോട്, കേന്ദ്രത്തോട്, അതിൻ്റെ ഗവൺമെൻറ്റിനോട് സംഭാഷിക്കുക, അങ്ങനെയൊക്കെയുള്ള വളരെ ഡെലിക്കേറ്റ് ബട്ട് വെരി ഇമ്പോർട്ടൻറ്റ് മിഷനിലാണ് മനസ്സിനോട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമുക്കറിയാം. സന്തോഷിക്കുകയും ജീവിതത്തിലെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്യാം. അതുപോലെ ഭാവിയിലേക്കുള്ള യാത്ര സുഗമമായിരിക്കട്ടെ. ദൈവത്തെ ആശ്രയിച്ചും സഭാ ശുശ്രൂഷ